നമസ്കാരം. 2 ദിവസം മുന്നേ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ്റെ മൊബൈലിലേക്ക് കുറച്ച് മെസ്സേജസ് വന്നു. ആൾ യുഎയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ നാട്ടിലേക്ക് വെക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ യൂസ് ചെയ്യുന്ന FAB ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 0 ദിർഹംസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെയിം മെസ്സേജ് തന്നെ 2-3 തവണ മൂപ്പർ റിസീവ് ചെയ്തു. 4ാമത്തെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: $100 അതായത് 367 ദിർഹംസിന് നിങ്ങളുടെ FAB ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്തത് ലണ്ടനിൽ നിന്നാണ്. അങ്ങനെയാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഉടനെ തന്നെ FAB മെയിൽ അയക്കുകയും അതുപോലെ തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉടനെ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. യൂഷ്വലി നമ്മൾ എന്തെങ്കിലും OTP പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ലിങ്ക്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, അപ്പോഴൊക്കെയാണ് നമുക്കിങ്ങനെ സംഭവിക്കാറുള്ളത്. ഇത് നമ്മളൊരു OTP ഒന്നും പറഞ്ഞു കൊടുക്കാതെ വെറുതെ അങ്ങ് നമ്മുടെ അക്കൗണ്ട് ക്യാഷ് പോയിരിക്കുകയാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ നാട്ടിലേക്ക് വന്നാൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മളെ യൂസ് ചെയ്യുന്ന UAE അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ സിം ഏതാണോ അത് ഊരി നമ്മുടെ നാട്ടിലെ സിം ഉടനെ നമ്മളെ മൊബൈലിലേക്ക് ഇടും. പിന്നെ നമ്മൾ മെസ്സേജ് ചെക്ക് ചെയ്യില്ല, നമ്മളെ മെയിൽ ചെക്ക് ചെയ്യില്ല. കാരണം നമ്മൾ 1 മന്ത് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളൂ. അതാണ് എല്ലാവരും കരുതുന്നത്. ഇങ്ങനെ ഇപ്പോൾ സ്കാമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഒന്നുകിൽ നിങ്ങൾ മെയിൽ ഡെയിലി ചെക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ യൂസ് ചെയ്യുന്ന സിം ഉണ്ടോ അത് നിങ്ങളിവിടെയും നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലേക്കാക്കി നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.